ബിഗ് ബോസ് മലയാളം സീസൺ 4 പ്രേക്ഷകർക്കിടയിൽ വൻ തരംഗമായ സെലിബ്രിറ്റിയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ. ഷോയെ വളരെ വ്യത്യസ്തമായി സമീപിച്ച റോബിന് കൃത്യമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. ബിഗ് ബോസിന് ശേഷം കുറച്ചു കാലം കൂടെ തനിക്ക് ലൈം ലൈറ്റിൽ തന്നെ നിൽക്കണം എന്ന റോബിന്റെ ആഗ്രഹപ്രകാരം ചിലതൊക്കെ കേരളത്തിൽ സംഭവിച്ചിരുന്നു. എന്നാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ റോബിൻ നൽകിയ ഒരു അഭിമുഖത്തിനിടയിലാണ് ആരതിപ്പൊടി എന്ന പെൺകുട്ടി ശ്രദ്ധ നേടുന്നത്. നടിയും ഓൺട്രപ്രണറുമായ ആരതി പിന്നീട് റോബിന്റെ കാമുകി എന്ന നിലയിൽ വാർത്തകളിൽ നിറഞ്ഞു കവിഞ്ഞു. പിന്നാലെ തങ്ങളുടെ പ്രണയം സ്ഥിരീകരിച്ച് റോബിനും ആരതിയും രംഗത്തെത്തിയിരുന്നു. തുടർന്ന് നടന്ന ഇരുവരുടെയും വിവാഹ നിശ്ചയവും പ്രണയകഥയുമെല്ലാം തന്നെ പ്രേക്ഷകർ വളരെയേറെ കണ്ടതാണ്. 2024 ഫെബ്രുവരിയിൽ വിവാഹം ഉണ്ടാവുമെന്നാണ് അന്ന് റോബിനും ആരതിയും ഒരുപോലെ പറഞ്ഞിരുന്നത്. എന്നാൽ വിവാഹത്തിന് മുൻപ് ആരതിക്ക് ചില സ്വപ്നങ്ങളുണ്ട്. അതിനു വേണ്ടി കുറച്ച് സമയം വേണം എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് റോബിനും യോജിച്ചു. തന്റെ ബിസിനസ് ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം എന്നതായിരുന്നു ആരതിയുടെ ഒന്നാമത്തെ ലക്ഷ്യം. അങ്ങനെ പൊടീസ് ബ്രാൻഡ് നിലവിൽ വന്നു. ഏറ്റെടുത്ത സിനിമകൾ പൂർത്തിയാക്കണം, ഒരു സിനിമ മലയാളത്തിൽ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളും ആരതിക്ക് അന്നുണ്ടായിരുന്നു. റോബിന്റെ കാമുകി എന്ന ലേബലിൽ നിന്ന് മാറി തനിക്ക് തന്റേതായ ഐഡന്റിറ്റിയിൽ അറിയപ്പെടാനാണ് ആരതി ആഗ്രഹിച്ചത്. എന്നാൽ അതുപോലെ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇനി വിവാഹമാണ് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ആരതിയുടെയും റോബിന്റെയും വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് വരുന്നത്. എന്നാൽ ഇത് അവരുടെ റിയലി വിവാഹം കഴിഞ്ഞതല്ല. ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് എടുത്ത ഫോട്ടോസ്, വീഡിയോസ് ഒക്കെയാണ്. അതാണ് ഇപ്പോൾ ആരതിയും റോബിനും പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നും അതൊരു പ്രൊമോഷന്റെ ഭാഗമായി എടുത്ത ഫോട്ടോസ്, വീഡിയോസ് ആണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ആരതിയും റോബിനും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഫോട്ടോസിനും വീഡിയോസിനും താഴെ നിരവധി കമന്റുകളാണ് ആരാധകർ പങ്കുവച്ചിരിക്കുന്നത്. സത്യത്തിൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയധികം സ്നേഹിക്കുന്ന ആരാധകരോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമന്റുകൾ താഴെ വന്നുകൊണ്ടിരിക്കുന്നത്.